ചാണ്ടി ഉമ്മൻ്റെ പേര് മനോരമക്കാരും ചില പത്രങ്ങളും പുള്ളിയെ വെറുതെ ആസാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ചാണ്ടി ഉമ്മന് ഒരു മന്ത്രിയാക്കാൻ പറ്റില്ല. ഞാനാണ് CM-എങ്കിലും മന്ത്രിയാക്കില്ല. അത് കൊടുക്കാത്തതല്ല, നമുക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടല്ലോ പുള്ളിയെ മന്ത്രിയാക്കിയാൽ പറ്റൂല. മന്ത്രിക്കുള്ള ഒരു മെറ്റീരിയൽ പുള്ളി ജനീഷൻ ലുക്കില്ല എന്ന് മാത്രമേ. വേറെ മുദ്രമൊന്നുമില്ലോ. ഇപ്പം KA തുളസിയെ മന്ത്രിയാക്കിയാൽ എന്ത് ന്യായം എന്ന് ചോദിച്ചാൽ ശ്രീകണ്ഠൻ്റെ ഭാര്യയാണെന്നുള്ളതാണ്. വേറെ എന്ത് ന്യായമുള്ള യോഗ്യന്മാരായ ആളുകൾ അറിയില്ലേ. ഈവൻ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് മറ്റേ ചിറയൻകീഴിൽ നിന്ന് ജയിച്ച നമ്മുടെ പാട്ടുകാരി ഉണ്ടല്ലോ, അവരെ മന്ത്രിയാക്കാൻ പോലും 5 കൊല്ലം പാർലമെന്റ് മെമ്പറായിരുന്നാണ്. ഒരു മന്ത്രിയാക്കുന്നു, വനിതാ പ്രാതിനിധ്യം പോയി. അതിലിപ്പോൾ പട്ടിക സമുദായത്തിന് ഈ VP സജീന്ദ്രൻ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള പാർട്ടിയിലുണ്ട്, നിയമസഭയിലുണ്ട്, മന്ത്രിയാക്കാൻ വരും. പക്ഷെ ആക്കിയില്ല. നറുക്ക് വീണപ്പോൾ അനിൽകുമാറിന് കൊടുത്ത പോലെയല്ല. തുളസിക്ക് കൊടുത്തത് തുളസി ശ്രീകണ്ഠൻ്റെ ഭാര്യയാണ് എന്നുള്ള കാരണത്താലാണ്, വേറെ കാരണമൊന്നുമില്ല. ജനീഷ് കൊടുത്ത പുള്ളി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആണെന്നുള്ളത്. ജനീഷിനേക്കാൾ പോപ്പുലർ അപ്പീലുള്ളത് ജനങ്ങൾക്ക് പ്രിയങ്കരനായിട്ടുള്ള ആളും ചാണ്ടി ഉമ്മനാണ്, ആരും സംശയമില്ല, ഇല്ലേ? പക്ഷെ ചാണ്ടിയെ എങ്ങനെ മന്ത്രിയാക്കും? അത് ഒരിക്കലും ഒരു കാരണവശാലും സാധ്യമല്ല. ചാണ്ടി ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി നടക്കട്ടെ. സൈക്കിൾ ചവിട്ടുന്നത് വളരെ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ഉമ്മൻചാണ്ടിയുടെ മകനാണെന്നുള്ള ഒരാൾക്ക് മന്ത്രിയാവാനുള്ള യോഗ്യത ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. അത് എവിടെയെങ്കിലും ഒക്കെ അത് റിഫ്ലക്ട് ചെയ്യില്ലേ ഏതെങ്കിലും കാലത്തൊക്കെ? അയാൾക്കൊരു മാറ്റം ഉണ്ടാവില്ലേ? അല്ല, ചാണ്ടി ഉമ്മൻ ജനകീയനാണെന്നുള്ളൊരു സംശയം. ഞാൻ വോട്ട് രാഷ്ട്രീയത്തിലേക്കും അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തമ്മിൽ പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാനിപ്പോ ഒരാളെ മോശമാക്കി പറയാനല്ല. ചാണ്ടി ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തിയ സ്വന്തം മണ്ഡലത്തിനേക്കാൾ കൂടുതൽ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കുറച്ചേ പോയി. പോസ്റ്റർ ഒട്ടിക്കാതെ, ഫ്ലക്സ് ഉപയോഗിക്കാതെ ഒക്കെ ജയിക്കാം. കാരണം അദ്ദേഹത്തിന് വെറുതെ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിക്കുമെന്ന് മനോരമയിൽ വാർത്ത കൊടുത്താൽ മതി. പ്രചരണത്തിൻ്റെ ആവശ്യമില്ല. കാരണം ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. പ്രത്യേകിച്ച് പ്രചരണവും പ്രവർത്തനവും നടത്താതെ തന്നെ അദ്ദേഹത്തിന് ജയിക്കാം. അത് വലിയ കാര്യമാണ്. അതേ മേൽവിലാസം കൊണ്ട് അദ്ദേഹത്തിന് പല മണ്ഡലങ്ങളിലും പോകാനും പ്രചരണം നടത്താനും സാധിച്ചു. അത് അദ്ദേഹത്തിന് ഇനിയും ചെയ്യാം, ഇല്ലേ? ധൈര്യമായിട്ട് ചെയ്യാം. ഇപ്പോൾ ഷാഫി പറമ്പിൽ പ്രചരണം നടത്തിയ പോലെ ഷാഫിയുടെ യുവങ്ങൾക്ക് ഒരുപാട് ആളുകളുണ്ട് മലബാർ ഭാഗത്ത് പ്രത്യേകിച്ചു. കാരണം ഷാഫിക്ക് പ്രചരണം നടത്താം. അദ്ദേഹം MP ആണ്, അദ്ദേഹം മത്സരിക്കുന്നില്ല. മത്സരിക്കുന്നവരിൽ ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ പോയത് സതീശനും, അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ചാണ്ടി ഉമ്മനാണ്. അത് ഞാനൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിന് ജനകീയതയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന രീതിയിൽ ജനങ്ങളെ ആകർഷിക്കാനും സാധിച്ചു. അതൊന്നും സംശയമില്ല. ഇപ്പൊ മന്ത്രിയായ പല ആളുകൾക്കും അതില്ല. പലരും ഫ്ലൂക്കിൽ ജയിച്ചവർ പോലും ഉണ്ട്. അന്യതാ ജയിക്കുവാനില്ലാത്ത തരംഗത്തിന്റെ ശക്തിയിൽ ജയിച്ചവർ. ചിലരൊക്കെ ഇതിന് ഇനി ഒരിക്കലും ജയിക്കാത്തവരും ഉണ്ടാവും. പക്ഷെ ഇതൊന്നുമല്ല. ചാണ്ടിയുടെ കാര്യത്തിൽ പുള്ളിക്കൊരു പക്വതയില്ല. മന്ത്രിയാകാൻ പോപ്പുലാരിറ്റി മാത്രം പോരല്ലോ, പക്വത വേണ്ടേ? നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ധാരണ. അദ്ദേഹം നിയമസഭയിൽ എല്ലാ ദിവസവും പോട്ടെ, എല്ലാ ദിവസവും നിയമസഭയിൽ പോട്ടെ. എല്ലാ ദിവസവും പോട്ടെ. 5 ദിവസം ഉണ്ടെങ്കിൽ 4 ദിവസം പോട്ടെ. ചോദ്യോത്തര വേളയിൽ പുള്ളി കൃത്യമായിട്ട് അവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പുള്ളി വിദേശയാത്രയ്ക്ക് പോകാതിരിക്കട്ടെ, എങ്കിൽ മതി. അത് പുള്ളി ചെയ്യില്ല. ഇതൊക്കെയാണ് പ്രശ്നം. പുള്ളി കേരളത്തിലെ ഒരു രാഹുൽ ഗാന്ധിയാണ്. അതെ, പുള്ളിയുടെ ഒരു ഓൾ ഇന്ത്യ വെർഷനാണ് രാഹുൽ ഗാന്ധി. ഇപ്പൊ സംഗതി മനസ്സിലായി. ചാണ്ടിയോട് ഒരു വിരോധമുള്ള ആളല്ലേ ഞാൻ. ചാണ്ടി എനിക്ക് ഇഷ്ടവുമാണ്. ഇപ്പോൾ വളരെ പെരുമാറാനും വളരെ നല്ലതാണ്. സ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒക്കെ നല്ലതാണ്. അദ്ദേഹത്തിന് ആ താടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിക്ക് നടന്നെങ്കിലുണ്ടല്ലോ, അതൊരു കഷ്ടമാണ്. ഉമ്മൻചാണ്ടി മുടി ചെയ്യാത്തതുകൊണ്ടല്ലോ ഉമ്മൻചാണ്ടി ആയത്. പണ്ട് VC വിഷ്ണുനാഥ് ഇതുപോലെ വിഷ്ണുനാഥ് മുടി ചെയ്യില്ല. കാരണം ഉമ്മൻചാണ്ടി മുടി ചെയ്യാത്തതുകൊണ്ട് വിഷ്ണു മുടിയില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം വിഷ്ണുവിനെ കണ്ടപ്പോൾ വിഷ്ണു പോലെ ഉമ്മൻചാണ്ടി സാറ് മുടി ചെയ്യാത്തതുകൊണ്ടല്ല ഉമ്മൻചാണ്ടി ആയത്. പുള്ളി ഉമ്മൻചാണ്ടി ആയതുകൊണ്ടാണ് മുടി ചെയ്യാത്തത്. നീ അതുകൊണ്ട് മുടി ചെയ്യാത്തതുകൊണ്ട് ഒരു കാര്യമില്ല. നീ മുടിയൊക്കെ ചീക്കി വൃത്തിക്ക് നടക്ക്. ആ പുള്ളിയൊന്നും പറഞ്ഞില്ല, ചിരിച്ചു. ഇപ്പൊ പിന്നെ വിഷ്ണുവിനാ പ്രശ്നമില്ല, തല കഷണ്ടി ആയതുകൊണ്ട്.